റെക്കോർഡാകട്ടെ. ഓക്കെ. സോ വെൽക്കം ഓൾ. നമ്മളെ സ്ട്രീം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ജേണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് $10 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസംബർ 4 ഡിസംബർ 4 തൊട്ടിട്ട് ഇപ്പം ഇന്ന് ഫെബ്രുവരി 22 നമ്മൾ ഓൾറെഡി $1000 റീച്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ജേണി തുടങ്ങുന്നത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ക്ലോസ് സർക്കിളിലുള്ളവരൊക്കെ ഒരുപാട് ട്രേഡിങ്ങിലുണ്ടായിരുന്നു. ഞാനടക്കം 5-6 വർഷമായിട്ട് ട്രേഡിങ്ങിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം ആ ജേണിയിൽ കുറേ സംഭവം ഒരുപാട് മിസ്റ്റേക്സ് വന്ന് ആ മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് എന്തുകൊണ്ടാണ് ഇത്രയും ട്രേഡിൽ, അതായത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു ട്രേഡ് ഇങ്ങനെ ചെയ്തു പോകും, പിന്നെ അത് കുറച്ച് കഴിയുമ്പം മൊത്തത്തിൽ അടിച്ചു കളയും. ആ ഒരു രീതിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചു, അത് റെക്ടിഫൈ ചെയ്ത് അത് ഇനി ബാക്കിയുള്ള, അതായത് നോർമൽ ആളുകൾക്കും കൂടെ ഇത് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നി. ആ സമയത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ജേണി തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ അറിവ് ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്നുള്ള ഒരു റീസൺ ആണ് ഇതിൻ്റെ അകത്ത് ഈ മീറ്റിങ്ങിൽ ചെയ്യുന്നത്. ഫസ്റ്റിൽ ഞാനൊരു 10 മിനിറ്റ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ബേസിക് സംഭവങ്ങൾ, ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുന്നതും എന്താണ് ട്രേഡ്, ജസ്റ്റ് ഒരു ബേസിക്കായിട്ടൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. എന്നാൽ പറ്റുന്ന വിധത്തിൽ ഞാൻ പറയാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എൻ്റെ സ്ക്രീനിൻ്റെ റേഷ്യോ കുറച്ച് വൈഡാണ്. യൂട്യൂബിൻ്റെ അകത്ത് ഇത് സ്ട്രീമിൽ പോകുമ്പം ഈ ഒരു പോർഷൻ മാത്രം കാണുള്ളൂ. സോ ഞാൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഈ ഒരു പോർഷൻ വെച്ചിട്ട്. സോ ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പോഴും Gmeetൻ്റെ അകത്ത് എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് നോർമലി ഇപ്പം ആരായാലും ട്രേഡിങ്, അതായത് ABCD അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ സെഷൻ, അതായത് എന്താണ് ട്രേഡിങ്, എങ്ങനെ ട്രേഡിലോട്ട് എന്ത് ചെയ്യണം, എന്താണ് ഈ സ്കാലിനെ കുറിച്ച് പോലും ഒരു ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വേറെ, കാരണം അതിന് ഒരുപാട് ടൈം വേണം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത്രയും റോ ബേസിക്കിലോട്ട് ഡീപ്പ് ഡൈവിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേണം. പക്ഷേ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ അറിയുന്ന ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരുവിധം എല്ലാവരും. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഡ്രോയിങ്ങിൽ ഇത് മൊത്തം ക്ലിയർ ചെയ്യാം. 1 സെക്കൻഡ്. ഇപ്പോഴും റിക്വസ്റ്റ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ. സോ ഗൈസ്, നിങ്ങൾ ശരിക്കും ട്രേഡിങ്ങിൽ നിങ്ങളെ സ്ക്രീനിലിരിക്കുമ്പോൾ ശരിക്കും ഫസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞുതരാം. ബേസിക്കലി നമ്മളെ എല്ലാ ഡ്രോയിങ്സും എല്ലാ ഡിസ്ട്രാക്ഷനും ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക. അതായത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇപ്പം ട്രേഡ് ചെയ്യാനിരിക്കുമ്പം ഒരു 5 മിനിറ്റാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനിരിക്കുന്ന സമയം എത്രയാണോ, 1 മണിക്കൂർ ആണെന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യണം. അതായത് നിങ്ങൾ ഒരു സെഷനിൽ 3 സെഷൻസാണ് മെയിൻലി ട്രേഡ് ചെയ്യുന്നവർക്കറിയാം. 3 സെഷൻസാണ് മെയിൻലി ഉള്ളത് ഇതിൻ്റെ അകത്ത്. അപ്പം ഈ 3 സെഷനിലും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോരോ സെഷനിൽ നിങ്ങൾ എത്ര സമയം ഇരിക്കും എന്നുള്ളത് ആദ്യം നിങ്ങളെ മനസ്സിൽ വേണം. അതായത് ബേസിക് ഒരു റൂൾ ഉണ്ടാക്കുക, ഒരു സെറ്റ് ഓഫ് റൂൾ ഉണ്ടാക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, ഈ 3 സെഷനിലും നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കാൻ പോകുന്ന ടൈം ആദ്യം ഡിഫൈൻ ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കരം നിങ്ങൾക്ക് അത് പിന്നീട് എല്ലാ ഇതിലും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക്
എണീറ്റ് പോകാനുള്ളൊരു സാഹചര്യം കിട്ടില്ല. അപ്പം ആദ്യം അത് ഡിഫൈൻ ചെയ്യുക. ഞാൻ നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ആ ചാർട്ടിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഓൾറെഡി മാർക്കറ്റ് ഓഫാണ്, പക്ഷേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ഓരോ സെഷൻ ബ്രേക്കാണ് എന്ന് കരുതുക. അപ്പം ഓരോ സെഷനിലും 1 മണിക്കൂറാണ് ഞാൻ ഇരിക്കേണ്ടതെന്ന് കരുതുക. അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന സംഭവം ഫസ്റ്റ് ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക. എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കിയതിൻ്റെ ശേഷം ഫസ്റ്റ് ഒരു വീക്കിലി ടൈം ഫ്രെയിമിലോട്ട് പോകും. എന്നിട്ട് വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഒരു വീക്കായിട്ട് എന്താണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ, ഇതാദ്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ BTCയുടെ ചാർട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഗോൾഡ് കൂടെ എടുത്തിട്ട് കാണിച്ചു തരാം. ഗോൾഡ് ഓക്കെ, കുറച്ചുകൂടെ വൃത്തിക്ക് പോകുന്നുണ്ട് കണ്ടോ. ഗോൾഡ് ശരിക്കും വീക്കിലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബുള്ളിഷാണ്. ഇപ്പം ഈ വീക്കിലി ബുള്ളിഷ് ആണെന്നുള്ളത് നമുക്കറിയാം. ഗോൾഡ് ജസ്റ്റ് റീട്രേസ്മെൻ്റ് എടുത്ത് മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീക്കിലി ബേസിസിൽ. 1 സെക്കൻഡ് ഗൈസ്, എനിക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് ആളുകൾ ആഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. സെക്കൻഡ്, അഡ്മിറ്റ് ഓൾ. ഓക്കെ എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ മൈക്ക് കുറച്ച് നേരത്തിന് മ്യൂട്ട് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് പറയുകയാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളിതാണ്. ഒരു ചാർട്ട്, ഒരു സെഷനിൽ നിങ്ങൾ എത്ര സമയം ഇരിക്കുന്നു ഡിഫൈൻ ചെയ്യുക, ഒന്നാമത്തത്. രണ്ടാമത്തത് നിങ്ങൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക. അപ്പം ആദ്യം നിങ്ങൾ ചാർട്ടിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. അപ്പം ഞാനിത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുകയാണ്. നമ്മൾ ഫുൾ ക്ലിയർ ചെയ്തു ചാർട്ട്. എന്നിട്ട് ഇത് വീക്കിലി ചാർട്ടാണ് ഗോൾഡിൻ്റെ. അപ്പം വീക്കിലി നിങ്ങൾ കാണുന്നത് എന്താണ്? നിങ്ങൾ കാണുന്നത് ബുള്ളിഷാണ്. വീക്കിലി മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരുപാട് ബാക്കോട്ടേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീക്കിലിയിൽ പ്രീവിയസ് വീക്കിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ സപ്പോർട്ട് എവിടെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, കാരണം നമ്മൾ സ്കാൽപ്പാണ് ബേസിക്കലി ചെയ്യുക. അപ്പോൾ സ്കാൽപ്പ് ചെയ്യുമ്പോൾ പ്രീവിയസ് വീക്കിൻ്റെ സപ്പോർട്ട് എവിടെ നിന്ന് മാർക്കറ്റ് എടുത്തിട്ടുന്നുള്ളത് നോക്കാം. അപ്പം ഇവിടെ സ്ട്രോങ് സപ്പോർട്ടാണ്, കാരണം ഇത് മൊത്തം റിജക്ഷൻ എടുത്ത് ഇവിടെ സപ്പോർട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ പ്രീവിയസ് വീക്കിൽ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണെന്ന് മനസ്സിലായി. ഇനി എവിടെയാണ് പ്രീവിയസ് വീക്കിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് നോക്കാം. പ്രീവിയസ് വീക്കിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് ഏകദേശം ഈ ഏരിയയിലാണ്. ബട്ട് പ്രോപ്പർ പറയുകയാണെങ്കിൽ ശരിക്കും ഇതാണ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ഔട്ട് ഓൾറെഡി ചെയ്ത് മാർക്കറ്റ് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഈ ഒരു വീക്ക്. ഈ ക്യാൻഡിൽ അതായത് ഇൻഡിസിഷനാണ് മാർക്കറ്റ്. പക്ഷേ അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീക്ക് ഇവിടാണ് കറക്റ്റ് പോയിൻ്റ് വരിക. അപ്പോൾ ഇത് വീക്കിലി ആണെന്ന് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഡെയിലി ചാർട്ട് പോവുക. ഡെയിലിയിൽ പോയിട്ട് ഈ വീക്കിലിയിലുള്ള സപ്പോർട്ടില്ലേ, അത് ഡെയിലിയിൽ വരുമ്പം വ്യത്യാസമുണ്ടാവും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പം ചിലപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളെ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡെയിലിയിൽ സപ്പോർട്ട് ഇതാണെന്ന് കരുതുക. ഓക്കെ, ഇതാണ് ഡെയിലി സപ്പോർട്ട് വരുന്നത്. അപ്പം ഓൾറെഡി വീക്കിലിയിൽ ഒരു തവണ, ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഒരു തവണ ബ്രേക്ക് ഔട്ട് ചെയ്തു. വീക്കിലിയിലെ റെസിസ്റ്റൻസ് ഏരിയ ഒരു തവണ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇത് വീക്കിലി റീടെസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഡെയിലി ക്യാൻഡിലോട്ട് വരുമ്പോൾ ഇതൊരു റീടെസ്റ്റ് ചെയ്തു പ്രീവിയസ് റേഞ്ചിലോട്ട്. എന്നിട്ട് മാർക്കറ്റ് വീണ്ടും അടുത്ത ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനാണ് ചാൻസ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത്. അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് എന്തായി? ബുള്ളിഷാണ് ഇപ്പോഴും മാർക്കറ്റ്. കാരണം ഇത് ഓൾറെഡി ബിയറിഷ് മൂവ് ഫിനിഷ് ചെയ്തു, എന്നിട്ട് പിന്നെ ഒരു അടുത്ത മൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ ഒരു ഐഡിയ ഉണ്ടാക്കി ഇനി 4 ഹവറിലോട്ട് പോവാം. അപ്പോൾ 4 ഹവറിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എന്ത് ചെയ്യണം എന്നുള്ളത് 4 ഹവറിൽ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾ ബൈയിങ്ങിലോട്ട് പോകണോ അതോ സെല്ലിങ്ങിലോട്ട് പോകണോ എന്നുള്ളത് 4 ഹവറിൻ്റെ അകത്താണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 4 ഹവറിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? ലെവൽസ് നോക്കാം. അപ്പം നമുക്ക് വീക്കിലിയിലെ അതായത് സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മൂവ് ചെയ്യാം. 4 ഹവറിലോട്ട് വരുമ്പം ഇതാണ് കറക്റ്റ്
കറക്റ്റ് ഏരിയ അല്ലേ? ഇതാണ്. ഓക്കെ, ഇതാണ് പ്രീവിയസ് സപ്പോർട്ട് 4 ഹവറിലുള്ള എല്ലാ സപ്പോർട്ട്. ഇത് ഏത് സപ്പോർട്ടും കൂടെയാണ്, ഡെയിലി ടൈം ഫ്രെയിമിലുള്ള സപ്പോർട്ട് കൂടെയാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതായത് വീക്കിലിയിലും ഇതായിരിക്കും സപ്പോർട്ട്, പക്ഷേ വീക്കിലിയിൽ വരുമ്പോൾ അതിന് ചെറിയ മാറ്റം വരും. ബട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകും തോറും അത് ചെറുതായിട്ട് അതിനൊരു മാറ്റം ഉണ്ടാവും അതിൻ്റെ ഏരിയയിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടുന്ന് ഈ പോർഷനും എല്ലാം മാർക്കറ്റ് റിജക്ഷൻ എടുത്തു, വീണ്ടും ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടുന്ന് റിജക്ഷൻ എടുത്തു, ഇവിടുന്ന് വീണ്ടും, അതായത് ഫുള്ളി ഇതിൻ്റെ താഴോട്ടേക്ക് വരാതെ മാർക്കറ്റ് ഇപ്പം പോകുന്നത് ബുള്ളിഷ് ട്രെൻഡിലോട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 4 ഹവറിൽ കൺഫേംഡായി ഇത് ബ്രേക്ക് ഔട്ട് തന്നു, മാർക്കറ്റ് ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് ഇവിടെ പ്രോപ്പർ ക്ലോസിംഗ് ആണ് 4 ഹവറിൽ. അപ്പോൾ ഈ 4 ഹവറിൻ്റെ ബയസ് എന്തായി നിങ്ങൾക്ക് ബൈയിങ്ങിലാണ് എന്നുള്ള മനസ്സിലായി. അപ്പോൾ ഈ ബൈയിങ്ങിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ഹവറിലോട്ട് വരിക. അതായത് ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത് ഇതാണ് ബേസിക്കലി. നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് ആദ്യം വരാം, എന്നിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് നോക്കാം. ഇപ്പം 1 ഹവറിൽ കാണുന്നത് എന്താ? 1 ഹവറിൽ പ്രീവിയസ്ലി നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളത്. അത് എവിടുന്നാണ് നമുക്ക് മനസ്സിലായത്? അത് ഇവിടുന്ന് നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് ഓൾറെഡി ഒരു ഇൻഡിക്കേഷൻ തന്നു, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 1 ഹവറിൽ ഒരു തവണ. സോ ദർ ഇസ് എ ചാൻസ്, മാർക്കറ്റ് ഒരിക്കലും ഇത് വെറുതെ തരില്ല. ഇതൊരു ചാൻസ് ആണ്. മാർക്കറ്റ് ഇനി പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് എന്താണ് പറയുന്നത്? പ്രൈസ് ആക്ഷനിൽ ഹയർ ഹൈസിലെ ഒരു പോയിൻ്റാണിത്. അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ബേസിക്കലി എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്നൊക്കെ ഉള്ളത്. അതായത് പ്രൈസ് ആക്ഷനിൽ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പിന്നെ ഒരു ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതിനാണ് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പം ഇതെന്തായെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇതൊരു ഹയർ ഹൈ ആയി, പ്രീവിയസ്ലി ഉള്ള ഹൈ ഇതാണ്, അതിനെ ബ്രേക്ക് ചെയ്തു. അപ്പം നമുക്ക് മാർക്കറ്റ് ഓൾറെഡി ഇൻഡിക്കേഷൻ തന്നു ഇത് ഹയർ ഹൈ ആണ്. പിന്നെ വരുന്നത് ഇതാണ് ഹയർ ലോ. അതിൻ്റെ ഇടയിൽ വരുന്നതെല്ലാം 1 ഹവറിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആണ്. മൊത്തം മാനിപ്പുലേഷൻസും എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, നോയ്സാണ് മൊത്തം. അപ്പോൾ നിങ്ങളെ ബയസ് എന്തായി? പ്രോപ്പർലി ബൈങ്ങിലോട്ടായി 1 ഹവറിൽ. ഇവിടുന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ബൈങ്ങിലാണ് പിന്നെ നിങ്ങളെ ബയസ്നെസ് വേണ്ടത് ബേസിക്കലി. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് എന്താണ് സ്കാൽപ്പിങ്ങിന് നിങ്ങൾക്ക് ഈ ബയസ്നെസ് മാത്രം പോരാ, ഇപ്പോൾ മാർക്കറ്റ് എന്താണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 1 ഹവറിന് വീണ്ടും 30 മിനിറ്റിലോട്ട് പോകാം. 1 ഹവറിൽ ഓൾറെഡി ഇൻഡിക്കേഷൻ തന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശേഷമുള്ള സംഭവം എന്താണെന്നുള്ളത് നോക്കാം. 30 മിനിറ്റിലോട്ട് വരുമ്പോൾ ആ 1 ഹവറിൽ ഈ ഇൻഡിക്കേഷൻ തന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് ഇത് ന്യൂസ് എന്തോ ആയിരുന്നു തോന്നുന്നത്. ഇവിടുന്ന് ഫുള്ളി മാർക്കറ്റ് ഇതുവരെ എല്ലാവരും ലിക്വിഡേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പേര് ബൈങ്ങിൽ പോയിട്ടുണ്ടാവും. അതായത് ഇത് ബ്രേക്ക് ഔട്ട് ഇനി ചെയ്യുമെന്ന് കരുതിയിട്ട് എന്ത് വിചാരിച്ചിട്ട് ഇതായിരിക്കും ലോവർ ലോ, അതായത് ഹയർ ലോ. ഓക്കെ, ഇതൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇതൊരു ഹയർ ലോ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഇവിടുന്ന് ഒരുപാട് പേര് എൻ്റർ ചെയ്ത് കാണും. അപ്പം അവർക്ക് ഏകദേശം ഈ ലെവലിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ എന്തായി? ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും സെൽ ഓഫ് ഇവരെല്ലാവരും സ്ക്വയർ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്നൊക്കെ വീണ്ടും സെല്ലിങ് വന്നു. ബട്ട് മാർക്കറ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ച് ഒരിക്കലും പിന്നെ അതായത് ഇതിൻ്റെ താഴോട്ടേക്ക് ക്ലോസ് ചെയ്യാത്തിടത്തോളം പിന്നെ മാർക്കറ്റ് ബിയറിഷ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ എവിടെയാണെങ്കിലും ഇത് ഒരു ഹയർ ലോ തന്നെ ആയിരിക്കും. അപ്പം ആ ഹയർ ലോ പൊസിഷൻ നിങ്ങളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈയിങ്ങിനെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ചാൻസും ബൈയിങ്ങിലോട്ടാണ്. അപ്പോൾ ബൈയിങ്ങിന് ട്രൈ ചെയ്യുക. അപ്പം ഇവിടെ നിന്നെല്ലാം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയൊക്കെ ബൈയിങ്ങിന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് 15 മിനിറ്റിലോട്ട് പോവാം. എൻട്രി സിഗ്നൽ 15 മിനിറ്റിൽ നോക്കാം. ഏറ്റവും ബെസ്റ്റ് 15 മിനിറ്റിലാണ് എൻട്രി സിഗ്നൽ നോക്കണ്ടേ, എവിടെ നിന്ന് എൻട്രി കിട്ടണം എന്നുള്ളത് നോക്കണ്ടേ 15 മിനിറ്റിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 15 മിനിറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ നിങ്ങൾക്ക് മാർക്കറ്റ് എന്ത് ഇൻഡിക്കേഷനാണ് തരുന്നത് നോക്കാം. അപ്പം ഇപ്പം ഇന്നത്തെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നാണ് ഇന്ന് സെഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ്ലി ഈ ഏരിയ ഉണ്ടല്ലോ, ഇത് മാർക്ക് ചെയ്യാം. പ്രീവിയസ് ഏരിയ മാർക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. പ്രീവിയസ് ഏരിയ 15 മിനിറ്റിനകത്ത് നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യുക. അതായത് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ റിജക്ഷൻ മാർക്കറ്റ് എടുത്തിട്ടുള്ളതെന്ന് മാർക്ക് ചെയ്യുക.
ഓക്കെ, ഇവിടുന്ന് ഒരുപാട് റിജക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊരു സോണായിട്ടാണ് ശരിക്കും ആക്ട് ചെയ്യുക. ഈ ഒരു സോണിനാണ് മാർക്കറ്റ് ഒരുപാട് തവണ റിജക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ സോൺ എപ്പം മാർക്കറ്റ് ക്രോസ് ചെയ്യുന്നു, ഈ സോൺ ക്രോസ് ചെയ്താൽ അതിനർത്ഥം 15 മിനിറ്റിലും മാർക്കറ്റ് പിന്നെ കൂടുതൽ ചാൻസും ബൈങ്ങിനാണ്. അപ്പം ഈ സോൺ ഓൾറെഡി ഇവിടുന്നെല്ലാം സപ്പോർട്ട് എടുത്തു, ഇവിടുന്നെല്ലാം ഓക്കെ മാർക്കറ്റ് റിജക്ഷൻ എടുത്തു, എന്നിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിൻ്റെ ശേഷം മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്തു 15 മിനിറ്റിൽ. പിന്നെ ഈ വിക്ക് ശരിക്കും ഒരു കൺഫർമേഷനാണ്. എന്തെന്ന് പറയുമോ, ലോങ് ബൈങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് മാർക്കറ്റ് എല്ലാ ചെറിയ ചെറിയ മീനുകളെ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ചെയ്ത് കളയും. ഈ വലിയ സ്രാവുകൾ വരുമ്പോഴുള്ള ഒരു ലക്ഷണമാണ് ഇത്. മാർക്കറ്റിൽ കുറേ ഇരുന്നവർക്ക് മനസ്സിലാവും. അതായത് മാർക്കറ്റിലെ പരൽമീനുകളെ മൊത്തം ഔട്ട് ചെയ്ത് കളയും അവർ, പിന്നൊരു ഹയർ ഇതിലോട്ട് പോകുന്നതിന് മുമ്പ്. അതായത് നല്ല ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പിന്നെ മൊത്തത്തിൽ മാർക്കറ്റ് ഫുള്ളി മൂവ്മെൻറ്റ് ചെയ്യുക. ആ മൂവ്മെൻറ്റ് ക്യാച്ച് വളരെ റയറാണ്, പക്ഷേ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അത് ഇന്നലെ ഞാൻ ടെലിഗ്രാമിൽ വന്നിരുന്നു. ഇന്നലെ ഈ പറഞ്ഞാൽ നമ്മളെ പ്രോപ്പർ ഇവിടുന്ന് നമ്മൾ ബൈയിങ്ങിലോട്ടായിരുന്നു. ബൈയിങ് വന്നു, ഇതുവരെ ക്യാച്ച് ചെയ്തു. ഞാൻ ഇവിടുന്ന് ഒരു ഏരിയ പറഞ്ഞിരുന്നു, ഇവിടുന്ന് എന്തായാലും സെൽ ഓഫ് ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ പ്രീവിയസ്ലി ഈ ഒരു റേഞ്ചിൽ നിന്ന് ഭയങ്കരമായിട്ട് സെല്ലുണ്ടായിട്ടുണ്ട്. ദിസ് ക്യാൻഡിൽ. അപ്പം മാർക്കറ്റിൽ നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിൻ്റെ ചില ഏരിയ ഉണ്ടല്ലോ, പിവോട്ട് ഏരിയ എന്ന് പറയും. ഈ പിവോട്ട് ഏരിയാസ് എല്ലാം അതായത് മുൻപ് മെറ്റിഗേറ്റ് ചെയ്യാത്ത ഏരിയയാണ്. മുമ്പ് മാർക്കറ്റ് ഇവിടോട്ട് എത്തിയിട്ടില്ല 15 മിനിറ്റിൽ. ഇവിടെ ഒന്നും എത്താതെ തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ എത്തിയാൽ കൂടുതൽ ചാൻസ് എന്താണെന്ന് പറയുക, ചിലർ ഇവിടെ നിന്നൊക്കെ ഹോൾഡ് ചെയ്യും, ഇവിടുന്ന് ബൈ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കും. ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത്രയും സ്ട്രോങ് ഒരു ഏരിയ കാണുമ്പോൾ അത് നെക്സ്റ്റ് ടൈം മാർക്കറ്റ് ആ പിവോട്ട് ഏരിയ എത്തുമ്പോൾ അവിടുന്ന് റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. കാരണം ഇവിടുന്ന് ബൈങ് എടുത്ത് വെറുതെ ഹോൾഡ് ചെയ്തവരൊക്കെ ഔട്ട് ചെയ്ത് കളഞ്ഞു മാർക്കറ്റ്. കണ്ടോ, ആ ഏരിയയിൽ എത്തിയിട്ടാണ് മാർക്കറ്റ് പിന്നെ നേരെ ഡൗണിലോട്ട് വന്നിട്ടുള്ളത്, വിച്ച് ഈസ് റിയലി ഹ്യൂജ്. ഇത് ഭയങ്കര ഹ്യൂജ് ക്യാൻഡിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഫോളോ ചെയ്തെടുക്കുക. സോ ഇവിടുന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നു. അതായത് ഇവിടുന്ന് റിഗ്രഷൻ ആയിരിക്കും, ഇവിടുന്നൊക്കെ ഔട്ട് ഈ ഏർലി ബയേഴ്സ് എല്ലാവരും ഇവിടുന്ന് ഔട്ടായി. അവർ മൊത്തം ഇപ്പോൾ റിഗ്രറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അഥവാ റീ എൻ്റർ ചെയ്തിട്ടില്ലാത്തവരൊക്കെ. കാരണം മാർക്കറ്റ് പിന്നെ നേരെ പോയി. പക്ഷേ ലോങ് ടൈം ഫ്രെയിമിൽ ഈ അനാലിസിസ്, ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്തവരെല്ലാവരും ഇവിടുന്ന് എൻട്രി എടുത്ത് കാണും. സോ ഇതാണ് മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തെന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുമ്പം മാർക്കറ്റ്, ഒരു ചൊല്ലുണ്ട്, ഫണ്ടമെൻ്റൽസ് ഓൾവേസ് ഫോളോ ടെക്നിക്കൽസ്. ഈ ടെക്നിക്കൽ അനാലിസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഈ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ ഇതേപോലെ ടോപ്പ് ഡൗൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് എൻട്രി കിട്ടണമെങ്കിൽ എവിടുന്നാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്? ഇതൊരു 5 മിനിറ്റിലോട്ട് വരാം. നിങ്ങളെ ബയസ് ഓൾറെഡി ബൈങ്ങിലോട്ടാണെന്ന് കരുതുക. അപ്പോൾ 5 മിനിറ്റിലോട്ട് വന്ന് ഇപ്പം ഇവിടുന്ന് ബൈ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി ടോപ്പിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ബൈ ചെയ്താൽ നിങ്ങൾ എത്രയും റിസ്ക് എവിടെ കൊടുക്കും? നോർമലി ഇപ്പോൾ റിസ്ക് കൊടുക്കേണ്ട ഏരിയ ഇവിടാണ് റിസ്ക്. അതായത് പ്രൈസ് ആക്ഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള ഏരിയ ഇതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒരു പക്ഷേ ചിലപ്പോൾ ഇനി റീട്രേസ്മെൻറ്റ് വരാം. അത് ചിലപ്പോൾ ഇതുവരെ വന്നോളാം. ഒരു നിർബന്ധമില്ല മാർക്കറ്റ് ഇതുവരെ വന്നോളാം എന്നുള്ള, അത് വേറെ വിഷയം. പക്ഷേ ഇതാണ് ഒരു പിവോട്ട് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിൻ്റെ അകത്ത്. അപ്പം ഈ 5 മിനിറ്റിൻ്റെ അകത്ത് മാർക്കറ്റിന് കൂടുതൽ ചാൻസും ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു പുഷ് ചെയ്തിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും ബയേഴ്സിനെ. അപ്പം നേരെ പിന്നെ കൊണ്ടുവന്നിട്ട് ഒന്നെങ്കിൽ ഇവിടെ വരും, അതല്ലെങ്കിൽ മാർക്കറ്റ് നേരെ ഇവിടുന്നും വീണ്ടും പതുക്കെ പോന്നിട്ട് ഇവിടോട്ട് വന്ന് പിന്നെ ആയിരിക്കും ഫുൾ മൂവ്മെൻറ്റ് വരിക. അപ്പം ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ബൈ ചെയ്യലേ, അവരെ മാർക്കറ്റ് എപ്പോഴും അടിച്ച് പുറത്തിട്ട് കളയും. സോ മാർക്കറ്റിൻ്റെ ബിഹേവിയർ അങ്ങനെയാണ്. അപ്പം ലിക്വിഡിറ്റി എടുത്തിട്ടേ മാർക്കറ്റ് എപ്പോഴും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇവിടുന്ന് പൈസ, ഇപ്പം ഞാനൊരു സാധനം ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും കൂടുതൽ റേറ്റിന് ഞാൻ ബൈ ചെയ്യുമോ? ഇല്ലല്ലോ. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സെൽ ഔട്ട് ചെയ്യും. ഇത്രയും പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഞാൻ കുറച്ച് സെല്ല് ചെയ്യും, അല്ലെങ്കിൽ ഇവിടോട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് സെല്ല് ചെയ്തിട്ട് പിന്നെ കുറച്ചുകൂടി പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഞാൻ ബൈ ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഡിസ്കൗണ്ടിൽ കിട്ടി. അപ്പം ഞാൻ വലിയ ബയറാണെങ്കിലും ഇതേ ലെവലിൽ തന്നെയാണ് ചിന്തിക്കുക. ഞാൻ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ ഇതേ ലെവലിലാണ് ചിന്തിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരെ പൊസിഷൻസ് കുറച്ച് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് സ്ക്വയർ ഓഫ് ചെയ്ത് വീണ്ടും
അത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരെ ഏകദേശം റേഞ്ചിലോട്ട് വന്നാൽ അവർ വീണ്ടും ബൈ ചെയ്യും. പക്ഷേ ഈ ബൈങ്ങിൽ നമുക്ക് കയറാൻ പറ്റണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ടോപ്പ് ഡൗൺ അനാലിസിസ് ആദ്യമേ ചെയ്യണം. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സപ്പോസ് നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റിലോട്ട് പോവാം. സ്കാൽപ്പിംഗ് ചെയ്യുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 മിനിറ്റ് ഒരുവിധം മാർക്കറ്റ് നല്ല ക്ലിയർ മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3 മിനിറ്റിൽ പോയിട്ട് സപ്പോസ് ഈ ക്യാൻഡിൽ ഇവിടെ വന്നു എന്ന് കരുതാം. ഇവിടെ വന്നിട്ട് ഒരു റിജക്ഷൻ നിങ്ങൾക്ക് അതായത് മുകളിലോട്ട് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകണമെന്ന് കരുതാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയാണ് SL വെക്കേണ്ടത്. 3 മിനിറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് റിജക്ഷൻ എടുക്കുക സപ്പോർട്ട് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിൽ അതിൻ്റെ താഴെ ആയിരിക്കണം നിങ്ങൾ ഇത് വെക്കേണ്ടത്, നിങ്ങൾ SL വെക്കേണ്ടത്. അപ്പോൾ SL വെക്കേണ്ട ഏരിയ ഡിഫൈൻ ആയി. നിങ്ങൾക്ക് ഓൾറെഡി SL വെക്കേണ്ട ഏരിയ ഡിഫൈൻ ആയാൽ എന്ത് ചെയ്യണം? അവിടുന്ന് റിസ്ക് എടുക്കണം. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ SL ഇതിൻ്റെ താഴെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാണ്. അതിന് കാരണം എന്താ? 3 മിനിറ്റിൽ ഇതൊരു റീട്രേസ്മെൻ്റ് ആണ്. അഥവാ ഇത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയാൽ പിന്നെ നല്ല ഒരു പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ബേസിക്കലി മാർക്കറ്റിൻ്റേത്. ഇനി അതല്ല, നിങ്ങൾ 5 മിനിറ്റിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഈ റേഞ്ചിൽ ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് ഉണ്ടാവും. അപ്പോൾ 5 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതുവരെ വെയിറ്റ് ചെയ്യണം. ഇതൊരു വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ചെറിയ റിസ്ക് എടുക്കുക. ഇതിൻ്റെ താഴെ ഇവിടെ എവിടെയെങ്കിലും റിസ്ക് വെച്ചിട്ട് പിന്നെ നേരെ മുകളിലോട്ടേക്ക് പ്ലാൻ ചെയ്യുക. ഇതാണ് ബേസിക്കലി സ്കാൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിലായിരിക്കണം നിങ്ങൾ അനാലിസിസ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ 3 മിനിറ്റിലാണെങ്കിൽ ചിലപ്പം ഇവിടെ വന്നിട്ട് ചെറിയ റീട്രേസ്മെൻ്റ് ഒക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പോയിൻ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് ചെറിയൊരു പോയിൻ്റ് ക്യാപ്ചർ ചെയ്തെന്ന് കരുതുക എന്നിട്ട് ഇതുവരെ വന്നിട്ട് മാർക്കറ്റ് 1:2 ഒക്കെ ഏകദേശം കാണിച്ചാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കോസ്റ്റ് ആക്കുക. കാരണം അഥവാ മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെത് മനസ്സിലുണ്ടാവണം. ഓക്കെ, 5 മിനിറ്റിൽ ഇവിടാണ് ഏരിയ. ഇതായിരിക്കണം നിങ്ങളെ ഒരു ഐഡിയ ബേസിക്കലി. ഓക്കെ, ലോങ് ടൈം ഫ്രെയിമിൽ ഇത് ബൈയിങ്ങിലാണ്. പക്ഷേ ചിലപ്പം ഏത് സമയത്തും റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി മാർക്കറ്റ് സ്ട്രെച്ചായി ചിലപ്പോൾ റീട്രേസ്മെൻറ്റ് വന്ന് എന്നിട്ടായിരിക്കും പോകാന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ എന്തായി, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇവിടുന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഹോൾഡ് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ സ്ട്രീമിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടുന്ന് എനിക്കിതാ ഈ ക്യാൻഡലിൽ എൻട്രി ഞാൻ എടുത്തു. ഓക്കെ, ഈ ക്യാൻഡിൽ ഇതാ ഈ റെഡ് ക്യാൻഡലിൻ്റെ ഈ വിക്കിൻ്റെ ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുക്കുന്നത് ബൈങ്ങിലോട്ട്. അത് ഞാൻ എന്തുകൊണ്ട് ഹോൾഡ് ചെയ്ത്? കാരണം ഞാൻ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്തിരുന്നു അന്നത്തെ ദിവസം. എൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പം 4 അവറിലെ ക്യാൻഡിൽ ഞാൻ ഓൾറെഡി സ്ട്രീം കണ്ടവർക്ക് ക്ലിയർ ആയിരിക്കും ഇത് പക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 4 അവറിൻ്റെ ക്യാൻഡിൽ പ്രീവിയസ്ലി ഇവിടെ ഞാനൊരു ലൈൻ ഡ്രോ ചെയ്തിരുന്നു. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, 4 അവറിലെ ക്യാൻഡിൽ ഈ ഏരിയയില്ലേ ഇതുണ്ടല്ലോ. ഇനി ഇതും വേണ്ട, ഈ ഏരിയ ഇതാ പ്രീവിയസ് ഈ റേഞ്ചില്ലേ ഇതും ക്രോസ് ചെയ്തിട്ട് ഇവിടെ ആയിരുന്നു ക്ലോസിങ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 അവർ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നു ഓൾറെഡി. അപ്പോൾ ക്ലോസിങ് തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചെറിയ റീട്രേസ്മെൻറ്റ് വന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. കാരണം മുകളിലോട്ട് പോകും, ഉറപ്പായിട്ട് മുകളിലോട്ട് പോകുന്നു. കാരണം ഈ പ്രീവിയസ്ലി ഇവിടെ നിന്നുണ്ടായിരുന്ന സെല്ലേഴ്സിനെല്ലാം ഔട്ട് ചെയ്തു. 4 അവർ ക്യാൻഡിലിൽ ഈ പ്രീവിയസ് സെല്ലേഴ്സ് മൊത്തം ഇവിടെ നിന്ന് സ്ട്രോങ് ആയിരുന്നു സെല്ല്, അവർ മൊത്തം ഔട്ട് ചെയ്തു. പക്ഷേ ഒരൊറ്റ പ്രശ്നം ഉണ്ടായത് ഈ 4 അവർ ക്യാൻഡിലിൽ ഈ വിക്ക് ഇതാരും പ്രതീക്ഷ കാണില്ല. ഈ വിക്ക് പ്രതീക്ഷ കാണില്ല. ഇത് ന്യൂസിലുണ്ടായിട്ടുള്ള ഒരു വിക്കാണ്. പക്ഷേ പ്രൈസ് ആക്ഷനിൽ പറയുമ്പോൾ എന്താണ് ഇത്? പ്രൈസ് ആക്ഷൻ അറിയുന്നവർക്ക് എന്താണ് ഇത്? ജസ്റ്റ് റീട്രേസ്മെൻ്റ് ആണ്. 4 അവർ ഇത് റീട്രേസ്മെൻറ്റ് ഏരിയ ആണ്. ഇത് കറക്റ്റ് ഈ ഏരിയ മെറ്റിഗേറ്റ് ചെയ്തെന്നുള്ളൂ. ഓൾമോസ്റ്റ് 20 EMAയിൽ റീടെസ്റ്റ് ചെയ്തു, നേരെ മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പം ഇവിടുന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ എന്താ? ഹോൾഡ് ചെയ്യുക. ലോങ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ലോങ് ടൈം ഫ്രെയിമിന് നിങ്ങൾക്ക് കൺഫ്ലുവൻസ് ഉള്ള എ ക്ലാസ് സെറ്റപ്പിൽ ഒരു എൻട്രി കിട്ടി. നിങ്ങളൊരു 2 ലോട്ട് എടുത്ത് നൽകുക. ഒരു ലോട്ട് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം, നോ വറീസ്. അല്ലെങ്കിൽ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ. പക്ഷേ ബാക്കി ലോട്ട് എന്തിനാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത്? നിങ്ങളെ പൊസിഷൻ റൺ ആയിക്കോട്ടെ. കാരണം നിങ്ങൾ ലോങ് ടൈം ഫ്രെയിമിൽ എന്തായാലും ബൈയിങ്ങിലോട്ടാണ് കൺഫ്ലുവൻസ്. അപ്പം ഹോൾഡ് ചെയ്യുക. അപ്പം ബേസിക്കലി മാർക്കറ്റിലെ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാക്ക് ബോണാണ്. നിങ്ങൾ ചെയ്യണം. അതില്ലാതെ വന്നിരുന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ഇപ്പം ബൈയിങ്ങിലാണ് പോകുന്നത്, ഇവിടുന്ന് ബൈയിങ് അടിക്കുക, അതല്ല വേണ്ടത്. നിങ്ങൾ ആദ്യം ഈ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. മാർക്കറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യണം,
ആ ഒരു മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടോട്ട് എൻട്രി എടുക്കണം? സെല്ലിങ് എടുക്കണോ ബൈയിങ് എടുക്കണോ? സെല്ലിങ്ങിനും ചാൻസ് കിട്ടും, ബൈയിങ്ങിനും ചാൻസ് കിട്ടും. ഈ ബൈയിങ് ഇങ്ങനെ കണ്ടിന്യൂസ് മാർക്കറ്റ് ഒരിക്കലും പോകില്ല. എവിടെന്നെങ്കിലും റീട്രേസ്മെൻറ്റ് വരും. അപ്പോൾ അവിടെ പോയിട്ട് തല വെച്ച് കൊടുക്കാതിരിക്കുക. അതിനെന്ത് ചെയ്യണം? ഈ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 15 മിനിറ്റിലൊക്കെ ഇതിനി അഥവാ വേറെ ഏതെങ്കിലും ഏരിയ ഉണ്ടോ, പ്രീവിയസ്ലി ഇവിടെ നിന്ന് ഇപ്പോൾ സപ്പോർട്ട് എടുക്കാൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഓൾറെഡി അവിടെ വന്നിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഇതിനിപ്പോൾ അഥവാ ബ്രേക്ക് ഔട്ട് ആയാൽ പിന്നെ അടുത്ത ഏരിയ ഇവിടാണ്. അപ്പോൾ 15 മിനിറ്റിൽ അടുത്ത ഏരിയ ഇതാ ഇവിടെ, ഈ ഏകദേശം ഈ റേഞ്ചിൻ്റെ അകത്ത് ഒരു റീട്രേസ്മെൻറ്റ് ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് ഒരുപാട് തവണ ഇതെടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ കണ്ടോ, ഇവിടെ നിന്നൊക്കെ റെസിസ്റ്റൻസും സപ്പോർട്ടും എടുത്തിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചാൻസ് മാർക്കറ്റ് ചെറുതായിട്ടെങ്കിലും ഒരു റീട്രേസ്മെൻറ്റ് പോലെ ഈ ഏരിയയിൽ നിന്ന് വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ബൈയിങ്ങിലോട്ട് പോകുന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ ഒന്നും വെച്ചിട്ട് ബൈയിങ്ങിലോട്ട് കയറാതിരിക്കുക. അപ്പം എന്താവും, ഈ ടോപ്പ് എന്നൊക്കെ കൊണ്ടുപോയിട്ട് ബൈയിങ് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നത് കാണുമ്പം വിചാരിക്കും, അയ്യേ ഞാൻ ഇത്രയും റിസ്ക്, അതായത് ഇവിടുന്ന് ബൈയിങ് അടിച്ചു, ഇവിടെ വന്ന് മാർക്കറ്റ് മൊത്തം റീട്രേസ് ആകുമ്പോൾ നിങ്ങളെ അക്കൗണ്ടിൻ്റെ പകുതി കാലിയായി. അതായത് അത്രയും വലിയ മൂവ്മെൻറ്റ് വരും. ചിലപ്പം പറയാൻ പറ്റില്ല മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് എത്രത്തോളം വരുന്നുള്ളത്. അപ്പം അത് ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു ലാസ്റ്റ്, ഇത് നമ്മൾ ഡിസ്കഷൻ്റെ തൊട്ട് മുമ്പ് ഒറ്റ കാര്യം കൂടെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നാണ് ഈ എൻട്രി കൺഫ്യൂഷനാണെന്ന് കരുതുക, അവോയ്ഡ് ചെയ്യുക. എൻട്രി ചെയ്യാതിരിക്കുക. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രോപ്പർ സെറ്റപ്പ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക, എനിക്ക് ഇത് തോന്നുന്നില്ല, എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണെങ്കിൽ എൻട്രി ചെയ്യേണ്ട. ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ട്രേഡിങ് ടു നോട്ട് ടേക്ക് ട്രേഡ്, അതാണ് മനസ്സിലാക്കുക. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പക്കായിട്ട് എവിടെ നിന്നാണ് തോന്നുന്നത് എൻട്രി, അവിടുന്ന് മാത്രം എൻട്രി ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും 1 by 1 ആയിട്ട് ചോദിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഗൈസ്. ഓക്കെ, ഒരു ആൻസർ മറ്റുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് വേറെ ആരും ആ സെയിം ടൈമിൽ ചോദിക്കാതിരിക്കുക. ഹായ് അഖിൽ, പറഞ്ഞോ. ഡൗട്ട്, നമ്മളിപ്പോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞ പോലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. ഓക്കെ, ആ ഒരു ഫെയർ വാല്യൂ BOSന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ കടന്നിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ മാർക്കറ്റ് തിരിച്ചു വരുമ്പം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെയാണോ കൂടുതൽ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള ഓർഡർ ബ്ലോക്കിനെയാണോ കൂടുതൽ റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്? മാർക്കറ്റിൽ മിക്കവാറും സമയത്തും FVG റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, FVG പ്രോപ്പർ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ മാർക്കറ്റിൽ ഒരു പ്രശ്നം എന്താ പറയുക, മാർക്കറ്റിൻ്റെ ഒരു ബ്രൂട്ടൽ റിയാലിറ്റി, പിവോട്ട് പോയിൻറ്റ്സ് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. പിവോട്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ FVG ആണ്. അതായത് FVGനേക്കാളും വലിയ പോയിൻറ്റ്സ് ആണ് പിവോട്ട് പോയിൻറ്റ്സ്. അത് ആദ്യം നിങ്ങൾക്ക് കുറച്ച് മാർക്കറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ പിവോട്ട് പോയിൻറ്റ്സ് മനസ്സിലാവും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇതൊരു പിവോട്ട് പോയിൻ്റാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് FVG അല്ല, ഇതൊരു പിവോട്ട് പോയിൻ്റാണ്. അത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം, ഒറ്റ സെക്കൻഡ്. ഈ ഏരിയയിൽ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ? ഓക്കെ, ഇതെന്താ സംഭവിച്ചത്? ഇത് ഇവിടെ ഇത്രയും ഒരു വിക്ക് വരേണ്ട കാര്യം എന്താ മാർക്കറ്റിൽ? ഇത്രയും വിക്ക് വരേണ്ട കാര്യം എന്താ? കാരണം ഈ ഏരിയ ഫുള്ളി ഗ്യാപ്പാണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ ഗ്യാപ്പാണ്, ഇവിടെ ഒരു ഗ്യാപ്പാണ് മാർക്കറ്റ് ഇവിടെ. അതായത് ഇവിടോട്ട് റീട്രേസ്മെൻറ്റ് തരാതെ നോർമൽ മാർക്കറ്റിൻ്റെ മൂവിങ് എങ്ങനെയാണ്, ഇത് കാണുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെന്ത് ഗ്യാപ്പാണെന്ന്. നോർമലി ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി അടുത്ത ക്യാൻഡിൽ ഉണ്ടാക്കി ചെറിയ വിക്ക് തരും. ആ ഭാഗത്തോട്ട് ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോവുക. പിന്നെ അടുത്ത വിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോവുക. നോർമലി പ്രൈസ് അങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പം അത് മെറ്റിഗേറ്റ് ചെയ്യാത്ത ഏരിയയിൽ എന്താവുമെന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്യും. മാർക്കറ്റ് നോർമലി ഫില്ല് ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. അപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഏരിയയിലോട്ട് വരിക. ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ അകത്ത് വരും, ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 5 മിനിറ്റ്. ഇത് റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് മാർക്കറ്റ്. സോ അഥവാ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിൽ. ഇതിപ്പോൾ ഇവിടുന്ന് സെല്ലിങ് ഇങ്ങനെ വരുമ്പോൾ നേരെ പോയിട്ട് സെല്ലിൽ കയറി കൊടുക്കാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക.
നിങ്ങളെ പോയിൻ്റ് എവിടെയെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ മുമ്പത്തെ? ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് സ്ട്രീം കണ്ടവർക്ക് അറിയാം ഗൈസ്. എൻ്റെ ഇവിടെ ഞാൻ ശരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്താണ്. ഇവിടെ മാർക്കിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടുന്ന് ഞാൻ ബൈയിങ് പോകുന്നുള്ളത്. ഞാൻ ലൈവിലും പറഞ്ഞിരുന്നു എയ്തർ ഈ ഏരിയ അല്ലെങ്കിൽ ഈ ഏരിയ. ഇവിടെ പിവോട്ട് പോയിൻ്റാണ്. അതായത് മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ട് ഇത്രയും സ്ട്രോങ് റിജക്ഷൻ എടുക്കുന്നത് കാണുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? പിവോട്ട് പോയിൻ്റ് ഫില്ല് ചെയ്തു മാർക്കറ്റ്. പ്രീവിയസ് പോയിൻ്റ് ആയിരുന്നത്, ഇത് ഫില്ല് ചെയ്തു. അപ്പോൾ ഇതേപോലെ മാർക്കറ്റിൽ ഒരുപാട് പിവോട്ട് പോയിൻറ്റ്സ് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും കാണാം. ഇതെല്ലാം അങ്ങനെയാണ്. ഇവിടോട്ട് വിക്ക് വന്നിട്ടില്ലായിരുന്നു മാർക്കറ്റ്. ഈ ഏരിയ കണ്ടോ, ഇവിടോട്ട് വിക്ക് വന്നിട്ടില്ലായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. അതെന്താ ഇത് ഇവിടുന്ന് ഫില്ല് ചെയ്തു കണ്ടോ, ഇത് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ താഴോട്ടേക്ക് വന്നു. അപ്പം ഈ പിവോട്ട് പോയിൻറ്റ്സ് എല്ലാം, ഇങ്ങനെയുള്ള ഗ്യാപ്പ് ഉള്ള പോയിൻറ്റ്സ് എല്ലാം മാർക്കറ്റ് ഒരുവിധം ഫില്ല് ചെയ്തിട്ടാണ് പോവുക. ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം, എവിടെ നോക്കിയാലും ഈ പിവോട്ട് പോയിൻറ്റ്സ് ഫില്ല് ചെയ്യുന്നത് കാണാം. ഇതൊക്കെ സംഭവിക്കുന്നത് അതാണ്. അതായത് ഗ്യാപ്പ് ഇട്ടിട്ട് പോയിട്ടുള്ള ഏരിയ ഒക്കെ മാർക്കറ്റ് ഫില്ല് ചെയ്യാറുണ്ട് അടുത്ത ഇതിലോട്ട് വന്നിട്ട്. ഈ ക്യാൻഡിൽ നോക്കിയേ, ഇവിടെ ഡോജി ക്രിയേറ്റ് ചെയ്തു, അടുത്ത ക്യാൻഡിൽ വരുമ്പോൾ ഒരു വിക്ക് നേരെ മുകളിലോട്ട് തന്നിട്ട് പിന്നെ താഴത്തേക്ക് വരുന്നത്. അപ്പോൾ എഫ് വി ജി എന്ന് പറയുന്നത് ഒരു പക്ഷേ എഫ് വി ജിനേക്കാളും കുറച്ചുകൂടെ താഴോട്ടേക്ക് വന്നിട്ട് നിങ്ങളെ എസ് എൽ ഹിറ്റ് ചെയ്യിപ്പിച്ച് കളയും. ഇത് കണ്ടോ, ഇത് ശരിക്കും ഇവിടുന്ന് ബൈങ് ഓർഡർ ഇല്ലേ, അതായത് സിസ്റ്റത്തിൻ്റെ അകത്ത് ഓർഡർ ഇട്ട് വെച്ചാലാണെങ്കിൽ ഇവിടുന്ന് ഓൾറെഡി അവർ എസ് എൽ എടുത്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പം ഈ പിവോട്ട് പോയിൻറ്റിന് വെയിറ്റ് ചെയ്യുക, അത് റിജക്ഷൻ എടുത്ത് പ്രോപ്പർ റിജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചാൻസും മാർക്കറ്റ് ബാക്കി റെസ്പെക്റ്റ് ചെയ്യാനാണ്. ബാക്കി ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ആ ബുള്ളിഷ് ഇതിലോട്ട് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വരാനാണ് കൂടുതൽ ചാൻസ്. അഥവാ ബിയറിഷ് ആണ്, ഒരു പിവോട്ട് പോയിൻ്റ് ഫില്ല് ചെയ്താൽ പിന്നെ ബിയറിഷ് ആയിട്ട് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് തരാനാണ് ചാൻസ്. അപ്പോൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് മനസ്സിലാക്കുക. മാർക്കറ്റിൽ പിവോട്ട് പോയിൻറ്റ്സ് എവിടെയൊക്കെ വരുന്നു, അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൽ. അതാണ് മെയിൻ. എഫ് വി ജിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് പിവോട്ട് പോയിൻറ്റ്സ് ഫില്ല് ചെയ്യാറുണ്ട്. ഈ എഫ് വി ജിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 1 മിനിറ്റിലെല്ലാം എഫ് വി ജി വരും ഗൈസ്. 1 മിനിറ്റിൽ വരും, 15 മിനിറ്റിൽ വരും. ഇപ്പം ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ 1 മിനിറ്റിൽ എടുത്ത് നോക്കിയപ്പം ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഇതൊരു ഗ്യാപ്പല്ലേ, ഇവിടെ മാർക്കറ്റ് ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. സോ ദർ ഇസ് എ ഗ്യാപ്പ് ഹിയർ. അപ്പം ഈ 1 മിനിറ്റിൽ നമ്മൾ ഈ ഗ്യാപ്പ് കണ്ടത് 3 മിനിറ്റിലോട്ട് പോയി നോക്കാം എന്താ സ്ഥിതി. 3 മിനിറ്റിൽ എത്ര ഗ്യാപ്പ് ഉള്ളത് നോക്കിയേ, ഇതാണ് ഗ്യാപ്പ്. 3 മിനിറ്റിൽ എഫ് ഇ ജി എന്ന് പറയാം, ഇതാണ് ഗ്യാപ്പ്. ഇനി 5 മിനിറ്റിൽ ഡിഫറെൻ്റ് ആണ്, ഇവിടെ ഇതാണ് ഗ്യാപ്പ്. സോ ഡിപ്പെൻസ് ഓൺ ടൈം ഫ്രെയിം. 15 മിനിറ്റിൽ എടുത്ത് നോക്കിയപ്പം ഇതാണ് ഗ്യാപ്പ് 15 മിനിറ്റിൽ. ഇനി 30 മിനിറ്റിൽ നോക്കാം. ഇത് കുറച്ച് ഹാങ് ആയി ഗൈസ്. ഓക്കെ, 30 മിനിറ്റിൽ ശരിക്കും ഇത്ര ഗ്യാപ്പ് ഉണ്ട്. 1 ഹവറിൽ ഇപ്പം എന്താ സ്ഥിതി? 1 ഹവറിലോട്ട് വരുമ്പോൾ നോക്കിയേ, വലിയൊരു ഗ്യാപ്പാണ്. കാരണം ഇത് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാം, നമ്മളെ ഡയറക്ഷൻ ബയസ്നെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ എക്സാക്ട്ലി നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ആ ടൈം ഫ്രെയിമിൽ നമ്മൾ റിസ്ക് എടുക്കുന്നത് എത്രയാണോ അതാണ് മെയിൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വന്നു, ഇവിടുന്ന് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ഒരു എസ് എൽ വെക്കാം. ഈ ലെവലിൻ്റെ താഴെ ഒരു എസ് എൽ വെച്ചിട്ട് ഇവിടുന്ന് അത്യാവശ്യം ഒരു 1:2 ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് ക്യാപ്ചർ ചെയ്താൽ തന്നെ ഓക്കെയാണ് നമുക്ക്. അതായത് അത് കിട്ടിയാൽ ഓക്കെ. പിന്നെ അഥവാ റൈഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടും, വലിയ പോയിൻറ്റ്സ് കിട്ടും. അതല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് 1:2 കിട്ടണം. കാരണം അവിടുന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവാറുണ്ട് മാർക്കറ്റ് അത് ഫില്ല് ചെയ്യുമ്പോൾ. പക്ഷേ അത് തന്നെ ഫില്ല് ചെയ്തിട്ട് അവിടുന്ന് തന്നെ പോയിക്കൊള്ളുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റി ഗൈസ്. സോ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിലോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ വേറെ വേറെ ലെവൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വന്നോളാം. പക്ഷേ കൂടുതൽ ചാൻസസ് എന്താണ്, ബൈയിങ് മൂവ്മെൻറ്റിലുള്ളപ്പം ബൈയിങ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളെ ചാൻസസ് കൂടും. നിങ്ങൾക്ക് RR റേഷ്യോ, അതായത് ചെറിയ SL മാത്രം പോകത്തുള്ളൂ, കിട്ടുമ്പോൾ വലിയ പ്രോഫിറ്റ് കിട്ടും. അപ്പം ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോകുന്നത് എപ്പോഴായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടണം. മാർക്കറ്റ് ഒരുപാട് മൂവ് ചെയ്തു, സ്ട്രെച്ചായി, EMA ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രെച്ചായി.
അപ്പം EMAയിലേക്കെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ ഒരു വരവ് വരും. ആ വരവ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റീട്രേസ്മെൻ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ വലിയ പോയിന്റ് കിട്ടും. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു റിവേഴ്സൽ എടുക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രീമിൽ മുൻപത്തെ സ്ട്രീം ഹിസ്റ്ററി നോക്കിയാൽ കാണാം, നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് പോയിട്ട് വലിയ എമൗണ്ട് ക്യാപ്ചർ ചെയ്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് റീട്രേസ്മെൻറ്റ് വന്ന് തിരിച്ചു പോകും, റീട്രേസ്മെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ റീട്രേസ്മെൻറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്, ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ. നമ്മൾ നോക്കുന്നത് ഏത് ടൈം ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുന്നത്. എങ്ങനെ മാർട്ടിൻ ഒന്നുകൂടെ? പിവറ്റ് വർക്ക് എന്ന് പറഞ്ഞില്ലേ, ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത്? മാർക്കറ്റിൽ ബേസിക്കലി ടൈം ഫ്രെയിം ഞാൻ മുമ്പത്തെ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. ടൈം ഫ്രെയിം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇതൊരു ഒരു മണിക്കൂറാണെന്ന് കരുതുക. മാർക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ അടുത്ത ടൈം ഫ്രെയിം വരുമ്പോൾ ഇതൊരു അരമണിക്കൂറാണെന്ന് കരുതുക. മാർക്കറ്റ് പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് ഓരോരോ ഇങ്ങനെ ക്രിയേറ്റ്, അപ്പം ഓരോ ടൈം ഫ്രെയിമിൻ്റെ അകത്തും നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ഡിഫറെൻറ്റ് നമുക്ക് ഒരു മിനിറ്റിൻ്റെ അകത്ത് ചെയ്യുന്ന അനാലിസിസ് ആയിരിക്കില്ല 5 മിനിറ്റിൻ്റെ അകത്ത്. 5 മിനിറ്റിൽ ചെയ്യുന്ന അനാലിസിസ് ആയിരിക്കില്ല 15 മിനിറ്റിൻ്റെ അകത്ത്. 15 മിനിറ്റിൽ ചെയ്യുന്ന അനാലിസിസ് ആയിരിക്കില്ല 1 ഹവറിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങൾ പിവോട്ട് പോയിൻറ്റ്സ് ബേസിക് ആയിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പം അതുകൊണ്ടാണ് ടൈം ഫ്രെയിം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളൊരു ടൈം ഫ്രെയിം നിശ്ചയിക്കണം. 15 മിനിറ്റ് ആണെന്ന് കരുതുക നിങ്ങളെ എൻട്രി ടൈം ഫ്രെയിമിന്, അതായത് ആധാരം. ഓക്കെ, 15 മിനിറ്റിൽ ഇപ്പം സപ്പോസ് ഞാൻ ഇവിടാണെന്ന് കരുതുക. ഇത് എനിക്ക് റീപ്ലൈ അടിക്കാൻ പറ്റില്ല, പക്ഷേ ഞാനിതാ സപ്പോസ് ഇത് ഇവിടാണെന്ന് കരുതുക, ഈ ഏരിയയിലാണെന്ന് കരുതുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഇപ്പം കണ്ടിട്ടില്ല എന്ന് കരുതുക. സോ ഈ ഏരിയയിൽ നിന്ന് നോർമലി എന്താണ് ഇവിടെ 15 മിനിറ്റിൻ്റെ അകത്ത് ഇത് എന്ത് മൂവ്മെൻറ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്? ബേസിക്കലി സേയിങ് ബിയറിഷ് ആണ്. അപ്പം ഹയർ ലോവർ ലോസും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലാസ്റ്റിലെ ലോവർ ലോ ഏതാണ് അത് നോക്കാം. അപ്പം നിങ്ങൾക്കിപ്പം ഒരു ബിയറിഷ് ട്രെൻഡ് 15 മിനിറ്റിനകത്ത് ബിയറിഷ് ആണ്, പക്ഷേ നിങ്ങളെ ബയസ്നെസ് ബൈയിങ് ആണെന്ന് കരുതുക. അതായത് 30 മിനിറ്റിനൊക്കെ നിങ്ങൾ ബൈയിങ്ങിലാണ് നിങ്ങളെ ബയസ്നെസ് എന്ന് കരുതുക. അപ്പം നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നോക്കേണ്ടത് ഈ പിവറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഏരിയാസ് നോക്കാം ഏതെങ്കിലും ഉണ്ടോയെന്ന്. അതായത് നിങ്ങളെ പ്രീവിയസ് ഏരിയ 15 മിനിറ്റിൻ്റെ അകത്ത് എവിടെയെങ്കിലും മാർക്കറ്റിൽ ഏതെങ്കിലും പിവറ്റ് പോയിൻറ്റ്സ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, അതായത് ആ പോയിൻ്റ് ആ ഏരിയയിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത്. അപ്പം 15 മിനിറ്റിൻ്റെ അകത്ത് ഇങ്ങനൊരു മാർക്കറ്റിലൊരു ഏരിയ നമ്മൾ ഡ്രോ ചെയ്യുകയാണെന്ന് കരുതുക. ഇപ്പം ഇവിടെ നിന്നൊക്കെ റിജക്ഷൻ എടുത്തു, ഓക്കെ, ഇവിടെയൊക്കെ സപ്പോർട്ട് എടുത്തൊരു ഏരിയ. അപ്പം ഈ ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടോ? ഈ ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം 15 മിനിറ്റ്, അതായത് പ്രീവിയസ് ഏരിയ 15 മിനിറ്റിൽ ഉണ്ടായിരുന്ന ഏരിയയിലോട്ടൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല. അതായത് മാർക്കറ്റ് ഇപ്പോഴും ബൈയിങ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് മാർക്കറ്റ് ഇങ്ങനെ ഇതുവരെയൊക്കെ എത്തിയ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് എന്താ സ്ഥിതി എന്ന് നോക്കാം. എന്നിട്ട് മാർക്കറ്റിൻ്റെ അതായത് ഓക്കെ, ഈ ഏരിയേൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇവിടുന്ന് ബൈയിങ് പ്ലാൻ ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റിനകത്ത്, അതായത് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് ഈ ബൈയിങ്ങിനുള്ള ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് ബേസിക്കലി ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ബൈയിങ് ആണെന്ന് പ്രോപ്പർ കൺഫ്ലുവൻസ്ഡ് ആയി, ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് എനിക്ക് ബൈയിങ് ആണെന്ന് കൺഫ്ലുവൻസ്ഡ് ആയി. അപ്പം ഞാൻ നോക്കാറ്, ഞാൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻട്രി ചെയ്യാറില്ല. കാരണം എന്താ, ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇതൊരു പിവറ്റ് പോയിൻ്റ് പോലെ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ 5 മിനിറ്റിൻ്റെ അകത്ത്, ഓക്കെ, അപ്പം ഞാൻ പിന്നെ 5 മിനിറ്റിലേ നോക്കുകയുള്ളൂ, ഓക്കെ.
അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്യാതെ 5 മിനിറ്റിൽ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എനിക്ക് അടുത്ത ഏതെങ്കിലും പോയിൻ്റ് ഉണ്ടോ, അടുത്ത ഏതെങ്കിലും പോയിൻ്റ് ഉണ്ടോ നോക്കും. അപ്പം പ്രീവിയസ്ലി ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു, പിവറ്റ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഏരിയ എങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കാം. ആ ഏരിയയിൽ ഓക്കെ, ഇവിടുന്ന് ഒരുപാട് തവണ മാർക്കറ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ ടെസ്റ്റ് ചെയ്ത് റിജക്ഷൻ എടുത്തിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഈ ഏരിയ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പം അത് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്ന ചിലപ്പോൾ 15 മിനിറ്റിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും. അപ്പോൾ അത് കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യും. അത്രയും 15 മിനിറ്റിലൊക്കെ ബേസിൽ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 5 മിനിറ്റിൽ ഇവിടെ നിന്നൊന്നും ബൈങ്ങിൽ കയറാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ നിന്ന് സെല്ലിങ്ങിൽ പോകും. കാരണം ഓൾറെഡി മാർക്കറ്റ് ഇവിടെ എത്തി. ഇനി ഇത് കുറച്ചുകൂടെ മൂവ് ചെയ്തിട്ട് ഈ ഏരിയയിൽ നിന്ന് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പിവോട്ട് ഏരിയയിൽ നിന്ന് ചെറിയ റിസ്ക് പോവുള്ളൂ. നമ്മൾ ചെറിയ $5 $10 റിസ്കിൽ എന്ത് ചെയ്യും, ഒരു റീട്രേസ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പോൾ ആ റീട്രേസ്മെൻറ്റ് കൂടുതലും വർക്കൗട്ട് ആവും നിങ്ങൾ ബൈങ്ങിലോട്ട് പോകുന്നതിന് പകരം. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്ര കിട്ടിയാൽ തന്നെ 1:4 റേഞ്ചിലോട്ട് കിട്ടി. അപ്പം ഇത്ര കിട്ടിയാൽ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം. ഓക്കെ, റിവേഴ്സൽ ട്രെൻഡിന് അഗെയിൻസ്റ്റ് നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ച് കളയരുത്. നോർമലി അത് ചിലപ്പോൾ വർക്കൗട്ട് ആയിക്കൊള്ളുന്നില്ല, ചെറിയ റീട്രേസ്മെൻറ്റ് വന്ന് പിന്നെ മൊത്തത്തിൽ പോവാം. അപ്പം നിങ്ങൾ അഥവാ നിങ്ങൾക്ക് റീട്രേസ്മെൻറ്റ് കിട്ടും. റീട്രേസ്മെൻറ്റ് കിട്ടാറെന്ന് പറഞ്ഞാൽ ഭയങ്കര പേഷ്യൻസ് ആയിട്ട് ഇരിക്കണം നിങ്ങൾ ആ ഏരിയയിലോട്ട് മെറ്റിഗേറ്റ് ചെയ്യാൻ. ഇൻഫാക്റ്റ് ഇവിടുന്ന് ഓൾറെഡി ഈ ഏരിയയിൽ നിന്ന് റിയാക്ഷൻ വന്ന് ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടാവും സെല്ലിങ്ങിലോട്ട് റീട്രേസ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ. പക്ഷേ ഇതെന്തായെന്ന് വെച്ചാൽ ഇത് നേരെ വീണ്ടും അവരൊക്കെ എക്സിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പം ഇവിടുന്ന് ബൈങ്ങിലോട്ട് പോയിട്ടുണ്ടാവും കുറേ പേര്. പക്ഷേ ഇത് ഈ ഏരിയ മെറ്റിഗേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പ്രീവിയസ്ലി വരച്ചിട്ടുള്ള നമ്മളെ റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിലോട്ട് മാർക്കറ്റ് വീണ്ടും വന്ന് അവിടെ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായി, ബൈയിങ് ട്രെൻഡിൽ നിങ്ങൾ റിവേഴ്സൽ ക്യാപ്ചർ ചെയ്തു അറ്റ്ലീസ്റ്റ്. അപ്പം ബൈയിങ് ട്രെൻഡിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് ബൈയിങ് അടിക്കുന്നതിന് പകരം ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. 1:2 അല്ലെങ്കിൽ 1:3 റേഞ്ച് റിവേഴ്സൽ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഏരിയ. പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്ട്രോങ് ഏരിയസ് ഉണ്ടാവും. ആ ഏരിയ നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. ആ സമയത്ത് എന്താവും എന്ന് വെച്ചാൽ റീട്രേസ്മെൻറ്റ് വരും. ഏർലി ബയേഴ്സിനെല്ലാം ഇവിടുന്ന് ബൈ ചെയ്യുന്നവരെല്ലാം മാർക്കറ്റ് എക്സിറ്റ് ചെയ്യും, ലിക്വിഡേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ കയറി കൊടുത്താൽ നമുക്കത് അറ്റ്ലീസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ എക്സിറ്റ് ചെയ്തെന്ന് വരിക, ഇവിടുന്ന് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റർ ചെയ്യാതെ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഇവിടുന്ന് ഇപ്പോൾ 5 മിനിറ്റിലാണെന്ന് കരുതുക, ഈ 5 മിനിറ്റിനകത്ത് 3 മിനിറ്റ് പോകാം. എന്നിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമെന്ന് നോക്കും, എന്നിട്ട് മാത്രം എൻ്റർ ചെയ്യുക. അതായത് ഇപ്പം ബൈയിങ് മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 5 മിനിറ്റിൽ ഇതൊക്കെ ബൈയിങ് ആയിരുന്നു, ഇവിടുന്ന് സെല്ലിങ് വരാൻ തുടങ്ങി. സെല്ലിങ് വന്നു, ഇവിടുന്ന് തന്നെ എൻട്രി ചെയ്യാതിരിക്കുക. കാരണം ഇതിപ്പോഴും ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ലോവർ കണ്ടോ, ലോവർ ഹൈ. അപ്പം ഈ ലോവർ ലോന്ന് ഇതുവരെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല എന്ന് ഈ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക്. അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് കണ്ടാൽ 1 മിനിറ്റിലോട്ട് വരാം. 1 മിനിറ്റിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, എൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. ഗൈസ്, നിങ്ങളെ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ ആരെങ്കിലും. ശ്യാമിൻ്റെ ഓഡിയോ ഓണാണ്. ഓക്കെ, ശ്യാമിനെ ഞാൻ മ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത് എൻട്രി പെർസ്പെക്റ്റീവ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പേഷ്യൻസി ഈസ് ദ കീ ഗൈസ്. നല്ല പേഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈയിങ് ട്രെൻഡിലും സെല്ലിങ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത്രയും പേഷ്യൻസി വേണം, ആ പ്രോപ്പർ ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഗൈസ്, എനി മോർ ഡൗട്ട്? ഗൈസ്, ആർക്കെങ്കിലും എനി മോർ ഡൗട്ട്? സുൽഭാവാണ് സംസാരിക്കുന്നത്, പക്ഷേ ക്ലിയർ ഇല്ല.
ക്ലിയർ ഇല്ല. ക്ലിയർ നമുക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ സുൽഭാവ, കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വേറെ എന്തെല്ലോ അവിടെ സംസാരിക്കുകയാണ്. അപ്പം ഗൈസ് നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ സെഷൻ? ഞാൻ സുൽഭാവനെ മ്യൂട്ട് ചെയ്തു. ഗൈസ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഏകദേശം ടൈം കഴിയാറായി. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കാണുള്ളൂ. എൻട്രി മെയിനാണ് ഗൈസ്. നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുമ്പം സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് എൻട്രി മെയിനാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മന്ത്ലി ഒരു സ്കാൽപ്പെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കിട്ടും. മാർക്കറ്റ് നിങ്ങൾക്ക് ആ ഒരു അവസരം തരും. നോർമലി മാർക്കറ്റിന് അവസരം കൊടുക്കാതെ പോകാറില്ല. അപ്പോൾ മന്ത്ലി നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 ടൈം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനും പറ്റണം. വെറും സ്കാൽപ്പ് മാത്രം ചെയ്ത് അക്കൗണ്ട് ഗ്രോ ചെയ്യുന്നതിന് പകരം ചില ട്രേഡ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്താവുമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഈ ട്രേഡ് ഹോൾഡ് ചെയ്തത് എന്തിനായിരുന്നു. ഈ ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നു. ഓക്കെ, ഇപ്പം ഓപ്പൺ ട്രേഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വെറും 0.01 ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എത്ര പ്രോഫിറ്റിലാണ് നോക്കിയത്? $95 പ്രോഫിറ്റിലാണ്. ഇത് ഒരു പക്ഷേ ഇനി മാർക്കറ്റ് നെക്സ്റ്റ് മൺഡേ, അതായത് നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ അഥവാ നല്ല പ്രോഫിറ്റിലാണ്, എനിക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ കൂടുതലും ഹോൾഡ് ചെയ്യാം. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രേഡ് മിനിമം ഇതുവരെ ഹോൾഡ് ചെയ്യണമെന്നാണ്. ഇതുവരെ അത് ഇവിടുന്ന് ഇനി മാർക്കറ്റിൻ്റെ റിയാക്ഷൻ അഥവാ ഒരു റിയാക്ഷൻ ഉണ്ടായി ചെറുതായിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും. കാരണം എനിക്കിത് ഇനഫ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. ഇനി അതല്ല, ഇവിടുന്ന് വീണ്ടും റീട്രേസ്മെൻറ്റ് ഇതുവരെ വന്നു, വീണ്ടും മുകളിലോട്ട് പോകാനാണ് ചാൻസ്, അഥവാ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ എനിക്കത് കൂടുതൽ ചാൻസും പിന്നെ ഉള്ളത് ഈ 4 ഹവറിൽ ഇത് ക്രോസ് ചെയ്ത് ഇവിടെ ക്ലോസിങ് തന്നാൽ പിന്നെ കൂടുതൽ ചാൻസ് മാർക്കറ്റ് അടുത്തൊരു ഈ ലെവലിലോട്ട് വരും. 5514 ഈ ലെവലിലോട്ട് വരും ഗോൾഡ്. സോ അപ്പം എന്തുകൊണ്ട് ഹോൾഡ് ചെയ്തുകൂടാ? ഇത് അത്രയും ഹോൾഡ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ഇതാണ്. പക്ഷേ ഈ എൻട്രിയാണ് മെയിൻ. ഈ എൻട്രി നിങ്ങൾക്ക് ഇവിടുന്ന് താഴേന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതായത് ഇവിടുന്ന് റീട്രേസ്മെൻറ്റ് വന്നാൽ ഇവിടുന്ന് എവിടെയെങ്കിലും പകുതിയിൽ നിന്ന് വെച്ച് എൻട്രി ചെയ്തവരാണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യിപ്പിക്കും മാർക്കറ്റ്, എന്നിട്ടായിരിക്കും മൂവ്മെൻറ്റ് തരാം. അപ്പം അഥവാ നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴെങ്കിലും ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻട്രി കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അല്ലെങ്കിൽ അത് മറന്നു കളയാം ആ ട്രേഡ്. അപ്പോൾ ഹോൾഡ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ കട്ട് ചെയ്ത് മാർക്കറ്റ് ഒഴിവാക്കിയെന്ന്. പക്ഷേ ആ സമയത്ത് നിങ്ങളത് മറന്നു കളയാം, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനത് കോസ്റ്റാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ പൊസിഷൻ ആകെ ഇത് കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ കിട്ടുക $0.39. അതായത് എനിക്കൊന്നും കിട്ടില്ല. ഇത് $0 എക്സിറ്റ് ആവും, അത്രേ ഉള്ളൂ. സോ ഗൈസ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഥവാ നല്ല പ്രോപ്പർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ട് ബിലോ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹോൾഡ് ചെയ്യാനും പഠിക്കണം. നിങ്ങൾ ഹോൾഡ് ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങളെ ടോപ്പ് ഡൗൺ അനാലിസിസ് കറക്റ്റ് വർക്ക് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക്, അതായത് നിങ്ങളെ ട്രേഡിങ്ങിൻ്റെ ലെവലിൽ ഈ ഒരു ലെവലിൽ നിന്നും നിങ്ങൾ ടോപ്പിലോട്ട് എത്തും. അതായത് നിങ്ങൾക്ക് അത്രയും ഹോൾഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഷ്യൻസും വേണം. നിങ്ങൾ ഇത്രയും പ്രോഫിറ്റ് കാണുമ്പോൾ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു പേഷ്യൻസ് ഉണ്ട്. അത് ഭയങ്കരമാണ്. കാരണം അത്രയും പ്രോഫിറ്റ് കണ്ടിട്ട് പിന്നെ അത് മൊത്തത്തിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ഇമോഷണലി ഡാമേജ് ആവും. പക്ഷേ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ അറ്റ്ലീസ്റ്റ് ഒരു പൊസിഷനെങ്കിലും മന്ത്ലി അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മന്ത്ലി നിങ്ങൾക്ക് ഒരു പൊസിഷൻ അങ്ങനത്തെ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് വലിയ മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുവരെ സ്കാൽപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കും ഭയങ്കര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ഇൻഫാക്റ്റ് നിങ്ങൾ വലിയ റിസ്ക് എടുത്തിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യാതിരിക്കുക. ചെറിയ റിസ്ക് എടുക്കുക. സമയത്ത് ഇപ്പം ചെറിയ റിസ്ക്, ഇപ്പം ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തു. എൻ്റെ SL ഈ ക്യാൻഡിലില്ലേ ഇതിൻ്റെ താഴെയായിരുന്നു ഇനീഷ്യലി, ഇവിടെ ആയിരുന്നു.
ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് $15 $10 $15 SL കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോസ്റ്റ് ആക്കി മാർക്കറ്റ് വോളറ്റൈലായിട്ട് വരുമ്പോൾ. ഇൻഫാക്റ്റ് എന്നെ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടുന്നൊക്കെ ഞാൻ ഹോൾഡിംഗ് ആണ് ഗൈസ്. ഓക്കെ, എൻ്റെ ഇത് കണ്ടോ ഈ ഏരിയ, ഈ ക്യാൻഡിലിൽ ഞാൻ ഹോൾഡിംഗ് ആണ്. ഇമാജിൻ ഈ ക്യാൻഡിൽ ഇത് എൻ്റെ കോസ്റ്റ് ആക്കിയതിൻ്റെ ശേഷമാണ് ഇവിടെ ഈ ഒരു വിക്ക് ഉണ്ടാകുന്നത്. ഈ വിക്കിൽ ഞാൻ മാർക്കറ്റിൽ ഹോൾഡിംഗ് ആണ്. ഇത് എൻ്റെത്, അതായത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ ആയിരുന്നു എൻ്റെ ഇത്. ഞാൻ ഇപ്പം അടിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് എൻ്റെ ഓൾമോസ്റ്റ് എക്സിറ്റ് ചെയ്യിപ്പിച്ചെന്ന് വിചാരിച്ചായിരുന്നു. ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻട്രി പിന്നെ ചെയ്യില്ലായിരുന്നു. കാരണം എൻ്റെ ഇത് പോവും, കോൺഫിഡൻസ് മൊത്തം മാറുമായിരുന്നു. അപ്പം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചത്. പക്ഷേ ഇൻഫാക്റ്റ് ഞാൻ 1-2 ട്രേഡ് ഓൾറെഡി എൻ്റെ ഇതിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഇനഫാണെന്ന് തോന്നി എനിക്ക്. അഥവാ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 1100 ഞാൻ ക്ലോസ് ചെയ്യും. അതല്ലെങ്കിൽ റൺ ചെയ്തോട്ടെ ഈ ട്രേഡ് എന്ന് കരുതിയിട്ടാണ് ഹോൾഡ് ചെയ്തത്. സോ നിങ്ങളെ മാർക്കറ്റിൻ്റെ അടുത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണിക്കും മാർക്കറ്റ്, ആ സമയത്ത് നിങ്ങളെ ബയസ്നെസ് ബൈങ്ങിലാണ് അല്ലെങ്കിൽ സെല്ലിങ്ങിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യുക ഗൈസ്. സോ നമുക്കിത് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യല്ലേ? ഇനി വേറെ ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലയെന്നായിരുന്നു. ഓക്കെ അല്ലേ ഗൈസ്? നമുക്കിനി അടുത്തൊരു സെഷനിൽ കാണാം. നാളെ മൺഡേ നമ്മൾ വരും എന്തായാലും. ആ സമയത്ത് കാണാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ ചെയ്യുക. അത് യൂട്യൂബ് ലൈവിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ലൈവിൻ്റെ ശേഷം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ കമൻറ്റ്സ് എല്ലാം നോക്കാറുണ്ട് യൂട്യൂബിൽ. ആ സമയത്ത് ഇത് ചെയ്യേണ്ടത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്, ഇത് മറക്കാതിരിക്കുക. നിങ്ങളെ സെഷനിൽ കയറുമ്പോഴും നിങ്ങളൊരു ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക. മാർക്കറ്റിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. മൊത്തം ചാർട്ടിലുള്ള കുറേ വരച്ചതും കുറിച്ചതൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആക്കുക. എന്നിട്ട് ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക. ഇപ്പോഴത്തെ ബയസ്നെസ് എന്താണ്? ഈ 15 മിനിറ്റിൽ നിങ്ങളിരിക്കുന്നപ്പോൾ ഒരു 1 ഹവറാണ് ഇരിക്കുന്നത്. ആ 1 ഹവർ ക്യാൻഡിൽ ഇനി എന്ത് ചെയ്യാനാണ് ചാൻസ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇരിക്കുന്നത് എനിക്ക് കരുതുക. ഇവിടുന്ന് ഇനി ചാൻസ് എന്താ? കൂടുതലും ബ്രേക്ക് ഔട്ട് ചെയ്യും. പക്ഷേ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് എൻട്രി ചെയ്യരുത്. കാരണം മാർക്കറ്റിന് ഇവിടുന്ന് റിയാക്ഷൻ വരുന്ന നമ്മൾ ബയസ്നെസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. ഈ കൗശലക്കാരനായ കുറുക്കൻ വെയിറ്റ് ചെയ്യുന്ന പോലെ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റിയാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാത്തവരെ പൈസ മൊത്തം മാർക്കറ്റ് കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇത് മനസ്സിലാക്കുക ബേസിക്കലി. സോ ഗൈസ്, എല്ലാവരും ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക. എപ്പോൾ മാർക്കറ്റിലിരിക്കുമ്പോഴും ഏത് സെഷനിൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം 3 സെഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ 3 സെഷനിലും നിങ്ങൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. ആ 3 സെഷനിലും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പല സെഷനിൽ പല രീതിയിലായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സെഷനിൽ ഓവറോൾ ട്രെൻഡിങ് ബൈങ് ആയിരിക്കും. പക്ഷേ ആ സമയത്ത് 15 മിനിറ്റിൽ ചിലപ്പം റീട്രേസ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉള്ള ഏരിയയിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 മിനിറ്റിലോട്ട് പോയിട്ട് മാക്സിമം വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റിൽ റീട്രേസ്മെൻറ്റ് എവിടുന്ന് ലിക്വിഡിറ്റി എടുക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് അവിടുന്ന് സെല്ലിലോട്ട് പോവുക, അവിടുന്ന് ബൈങ്ങിലോട്ട് ട്രൈ ചെയ്യാതെ. സോ സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് മാർക്കറ്റിലും ബൈയിങ് ആയാലും സെല്ലിങ് ആയാലും ഒക്കെ നിങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു അനാലിസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും സ്കാൽപ്പ് ചെയ്യുമ്പോൾ. സോ പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക ഗൈസ്. എവിടെയും പോയിട്ട് വെറുതെ എൻട്രി ചെയ്യാതെ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്യുക. റിസ്ക് റിവാർഡ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾ പ്രോസസ്സ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗ്രോ ചെയ്യാൻ പറ്റും. മിസ്റ്റേക്സ് ചെയ്യാതിരുന്ന, അപ്പോൾ എനിക്ക് പോലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്ക് നിങ്ങൾ കണ്ടതാണ്. ഞാൻ ലോട്ട് സൈസ് കൂട്ടി ഓവർ ട്രേഡ് ചെയ്ത് $400 ലോസ് വന്നു. പക്ഷേ ഞാനത് കട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചു. അത് കട്ട് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഹോപ്പായിട്ടിരുന്നില്ല. ഹോപ്പ്ഫുള്ളി ഇങ്ങനെ ഇരിക്കാതിരിക്കുക. ഓക്കെ ഇത് ചിലപ്പോൾ ഇനിയും പോകും. അപ്പം ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി നിങ്ങളിങ്ങനെ ഇരുന്ന് അതിങ്ങനെ ഡൗണായി $500 പോയി. അതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് ആകെ പ്രാന്താവും. പിന്നെ വീണ്ടും മാർക്കറ്റിൽ ഒരുപാട് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് വീണ്ടും റിവെഞ്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. മാർക്കറ്റിന് പൈസ കൊടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയും നിങ്ങൾക്ക് വേണം. അതായത് ചെറിയ ലോസുകൾ, ചെറിയ SLകൾ വെച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക ഗൈസ്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ സെഷൻ ക്ലോസ് ചെയ്യാണ്. എല്ലാവരും പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുക ഗൈസ്. ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് ഇതൊന്നും അച്ചീവബിൾ അല്ല. ഈ $10 അക്കൗണ്ട് $1000 എത്തിക്കുക എന്നൊക്കെ ഉള്ളത് അച്ചീവബിൾ അല്ല എന്നുള്ളത്
വിചാരിക്കരുത്. എല്ലാവർക്കും അച്ചീവബിളാണ്, എല്ലാവർക്കും കൊണ്ടും പറ്റും. പിന്നെ ഞാൻ ഇനി അഥവാ ഇത് അച്ചീവ് ചെയ്താൽ തന്നെ നമുക്ക് സൂൺ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ചാലഞ്ച് കൂടെ ട്രൈ ചെയ്യാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുവരെ ഉള്ളത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ മെയിൻലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ടോപ്പ് ഡൗൺ അനാലിസിസിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനും എങ്ങനെ മാർക്കറ്റിൽ എൻട്രി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനും കൂടിയാണ്. അപ്പോൾ അത് ഒരുവിധം ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും അതായത് തീരെ ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുമോ നോക്കാൻ മടിയാണ്. ഒരു വീഡിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ യൂട്യൂബ് സ്ട്രീം ഇതൊക്കെ ചെയ്യുന്നില്ലേ, യൂട്യൂബിലുള്ള കുറേ ഗുരുക്കൾ ചെയ്യുന്ന പോലെ. പക്ഷേ നോക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ. അതായത് തീരെ ഒരു ട്രേഡിങ്ങിൽ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്നും നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇപ്പോൾ കാണുന്നവരിൽ ആരെങ്കിലും ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്സ് പഠിക്കണം. ക്യാൻഡിൽ സ്റ്റിക്സ് മെയിൻ പഠിക്കുക. നിങ്ങൾ ചാർട്ട് പഠിക്കുന്നതിന് മുമ്പ് ക്യാൻഡിൽ സ്റ്റിക്സ് പഠിക്കുക. പിന്നെ ഓരോരോ ഏരിയാസ് എങ്ങനെ അനാലിസിസ് ചെയ്യുന്നത്, FVG എന്താണ്, ഇതൊക്കെ പഠിക്കുക. പ്രൈസ് ആക്ഷൻസ് പഠിക്കാം. ഇങ്ങനെ ബേസിക്കലി ഉള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാം. അതെല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ പഠിക്കേണ്ടത് നിങ്ങളുടെ സൈക്കോളജിയാണ്. പിന്നെ നിങ്ങളുടെ സൈക്കോളജി ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം മാർക്കറ്റിലോട്ട് പൈസ ഇട്ടിട്ട് ഇറങ്ങാം. അതും ഇടുമ്പോൾ തന്നെ ചെറിയ പൈസ ഇട്ടിട്ട് നോക്കാം, ഒരു കാരണവശാലും വലുത് ഇടരുത്. സോ ഗൈസ്, നമ്മൾ സെഷൻ എൻഡ് ചെയ്യാണ്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഞാൻ അടുത്ത സെഷൻ മിക്കവാറും തിങ്കളാഴ്ച നാളെ സെഷനിൽ വരുമ്പോൾ കാണാം. നമുക്ക് എല്ലാവർക്കും സ്ട്രീമിൽ കാണാം. ഗുഡ് ബൈ ഓൾ.